ഗൈസ്, നമുക്ക് എളുപ്പത്തിൽ സമൂസ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നീട് ആദ്യം പുതിനയില ചേർക്കാം. എന്നിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കരിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീഫ് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്ത ഇറച്ചി നമുക്ക് വഴറ്റിയെടുത്ത സവാളയിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം മൈദയാണ് കേട്ടോ. ആ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ബോളാക്കി എടുക്കണം. എന്നിട്ട് ചപ്പാത്തി പരത്തും പോലെ ഇതൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് 4 കഷ്ണമാക്കി മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തീ നിറച്ച് കൊടുക്കാം. തീ ഫില്ലാക്കിയതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുക്കാം. സമൂസ പൊരിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പൊരിക്കാൻ വെച്ച സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.